ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കേക്ക് ബ്ലോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് വന്നിട്ട് 1.5 കിലോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും അതുപോലെ തന്നെ 6 കപ്പ് കേക്കും പിന്നെ 5 കപ്പ് കേക്കും 5 പോപ്സും ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 kg ബാറ്റർ എടുത്തിട്ട് 7 ഇഞ്ചിൻ്റെ 2 പാനിലായിട്ടും അതുപോലെ തന്നെ 8 ഇഞ്ചിൻ്റെ പോപ്സിന് വേണ്ടിയിട്ട് ഒഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിങ്സ് എല്ലാം എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ലെയറാക്കി ഓരോ ഫില്ലിങ്സും കൊടുത്തതിന് ശേഷം ഇതാ ക്രീം കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനലായിട്ട് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോൾ കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 പാനിലായിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ടൊരു തീം കേക്കായിട്ടാണ് ചെയ്യാനുണ്ടായിരുന്നത്. BTSൻ്റെ ആ ഒരു തീമിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുന്നേ ഞാൻ മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് ഞാനൊരു BTSൻ്റെ തീമിൽ കേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് ഇത് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കസ്റ്റമറിന് വൈറ്റ് കളറിൽ കേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ബോർഡിൽ അധികമായിട്ടുള്ള ക്രീമൊക്കെ ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതവിടെ സെറ്റാവും, പിന്നെ നമുക്കത് ക്ലീൻ ആക്കാൻ പറ്റില്ല. ഇത് ഫ്രിഡ്ജിലിരുന്ന് സെറ്റാകുമ്പോഴേക്കും നമുക്ക് അതിൽ തീമിലേക്കുള്ള BTSൻ്റെ ആ ഒരു ആർമിയുടെ ആ ഒരു ചിഹ്നം ഉണ്ടല്ലോ അതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ഞാൻ വൈറ്റ് ഫോണ്ടിലേക്ക് ബ്ലാക്ക് കളർ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഗ്ലൗസ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിലൊക്കെ കളറാവണ ഒരുപാട് കുറച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഗ്ലൗസ് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം അത് കയ്യിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ അത് കയ്യിൽ നിന്ന് മാറ്റിയത് കേട്ടോ. ഫോണ്ടന്റിൽ ഞാൻ ടൈലോസും അതുപോലെ തന്നെ കോൺഫ്ലോറും മിക്സ് ചെയ്തിട്ട് മാജിക് കളേഴ്സിൽ ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വൈറ്റ് ഫോണ്ടന്റിലേക്ക് ബ്ലാക്ക് ആക്കിയതാണ്. ഇനി ബ്ലാക്ക് തന്നെ വാങ്ങാനായിട്ട് കിട്ടും ഫോണ്ടന്റ്. അപ്പോൾ നമുക്ക് കളർ കൊടുത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആ ഒരു ചിഹ്നം ഉണ്ടല്ലോ ഇതുപോലെ ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫോണ്ടന്റ് ടൂൾസിൽ നമുക്കിത് കട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങളുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇതുപോലെ അല്ലെങ്കിൽ കത്തി, ഒരു ചെറിയ കത്തി യൂസ് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ തലേ ദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിറ്റത്തെ ദിവസമാണ് ഞാൻ ഈ ഒരു ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഫോണ്ടൻ്റൊക്കെ തലേ ദിവസം വർക്ക് ചെയ്ത് വെക്കും. പക്ഷേ ഇത് അത്രയ്ക്ക് സൈഡിൽ വെക്കാനുള്ളതാണ്. പിന്നെ ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. പിന്നെ കേക്കിൻ്റെ സൈഡിലൊക്കെ വെക്കാനുള്ളതാവുമ്പോൾ നമ്മൾ അധികം കട്ടിയിലൊന്നും ചെയ്യാതിരിക്കുക. പെട്ടെന്ന് അതിങ്ങനെ ഒലിച്ച് താഴേക്ക് ഇറങ്ങി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ വളരെ നൈസായിട്ടാണ് കേട്ടോ പരത്തി എടുത്തിട്ടുള്ളത്. ഒരുപാട് ഫോണ്ടന്റിൻ്റെ വീഡിയോസ് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി കേക്കിലേക്ക് വെക്കാനായിട്ട് BTS എന്നുള്ള ആ ഒരു ലെറ്ററും കൂടി ഞാൻ ആൽഫബറ്റിക് ലെറ്റർ ഉണ്ടല്ലോ നമ്മളെ ഫോണ്ടൻ്റ് കട്ടർ, അത് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എൻ്റെതാണ് കേട്ടോ. പിന്നെ ഈ 2 മോൾഡുകൾ, ഈ ഒരു ഫോണ്ടൻ്റ് കട്ടർ എൻ്റെ ഫ്രണ്ട് ഫാരി ഉണ്ട്, അവളെനിക്ക് യൂസ് ചെയ്യാനായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ കൊള്ളാം, നല്ലതാണ്. മറ്റേത് സ്റ്റാമ്പാണ് കേട്ടോ. സ്റ്റാമ്പ് നമ്മൾക്ക് ഇങ്ങനെ ഓരോ സ്പെല്ലിങ്ങും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ പേര് എഴുതാമെന്ന് കരുതിയിട്ടുണ്ട്. ഞാൻ BTS എഴുതിയത് എൻ്റെ ഒരു കട്ടർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഫാരി ഹോം ബേക്കറാണ്, പാത്തൂസ് കേക്കാണ് ആളെ കേക്കിൻ്റെ പേര്. അപ്പോൾ ഇതുപോലെ ഓരോ സ്പെല്ലിങ്ങും നമ്മളിങ്ങനെ നമ്മളെ അത് ബ്ലാക്ക് ആയതുകൊണ്ട് കാണുന്നില്ല. പക്ഷെ നല്ല നല്ല ലെറ്ററാണ് കേട്ടോ. ഇങ്ങനെ എഴുതിയെടുക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. നമ്മൾ എടുക്കണ ലെറ്റർ നമ്മൾ അതിൽ തന്നെ ABCD എഴുതിയിട്ടുണ്ട്. അവിടെ തന്നെ എടുത്ത് അതേ സ്ഥാനത്ത് കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് എഴുതിയെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ സ്റ്റാമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ വൈറ്റ് ഫോണ്ടന്റിലാണ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഗോൾഡൻ ബ്രഷൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്കിലല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലാക്കിൽ പ്രസ് ചെയ്തേ ഉള്ളൂ. ഞാൻ പർപ്പിൾ കളറിലാണ് കേട്ടോ ഇത് പേര് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കേക്കിൽ പേര് എഴുതാൻ, ഇപ്പോൾ നമ്മൾക്ക് ക്രീമെല്ലാം വെച്ച് പേര് എഴുതാനായിട്ട് പറ്റാത്തവർക്ക് ഇതുപോലെയുള്ള കട്ടേഴ്സൊക്കെ യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് കേക്കിലേക്ക് പേര് എഴുതാനായിട്ട് അത്ര പെർഫെക്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 5 പോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് റെഡിയാക്കി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് പോലെ തന്നെ അവർക്ക് കപ്പ് കേക്കും അതുപോലെ തന്നെ പോപ്സൊക്കെ വൈറ്റ് കളറിൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു തെർമോക്കോളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് കളർ ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ ഒരു പ്രാവശ്യം ഡിപ്പ് ചെയ്തപ്പം അതിൻ്റെ ഒരു ബ്ലാക്ക് കളറൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഡിപ്പ് ചെയ്തിട്ട് 2 കോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
നോർമലി നമുക്ക് ഒറ്റ തവണ കൊടുത്താൽ മതി. പക്ഷേ ഇതിപ്പം ആ ഒരു ബ്ലാക്ക് സ്പഞ്ച് ആയതുകൊണ്ട് പുറമേക്ക് ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കോട്ടായിട്ടാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഞാൻ അവിടെ മറ്റേ ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട് പല കളറിലുള്ള. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതാ എല്ലാതും ഫസ്റ്റ് കോട്ട് ചെയ്തതിന് ശേഷം ഞാനിതാ സെക്കൻഡ് വീണ്ടും എടുത്തിട്ട് വീണ്ടും അപ്പോഴത്തന്നെ കേട്ടോ, ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ ആ ബോൾസ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഒരു 10 മിനിറ്റ് അവിടെ പുറത്ത് വെച്ചാൽ തന്നെ അത് സെറ്റായി കിട്ടും. വീണ്ടും നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയൊന്നും വേണ്ട. അതിന് ശേഷം ഇതാ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടി ഡിപ്പ് ചെയ്തെടുത്തിട്ട് അപ്പോഴേക്കന്നെ ആ ഒരു ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുക. കുറച്ച് ലേറ്റ് ചെയ്താൽ പിന്നെ അത് അതിമ പിടിക്കില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കി വന്നിട്ടുള്ള ചോക്ലേറ്റ് നമ്മൾ മെൽറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അത് ഇതുപോലെ ചോക്ലേറ്റ് മോൾഡുകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ കയ്യിൽ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെയുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലും ഞാൻ കുറച്ച് ഇതുപോലത്തെ ഷുഗർ ബോൾസ് ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് എനിക്ക് ഇന്ന് തന്നെ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കാനും നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ ബാക്കി ഗണാഷ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി വന്നിട്ട് നമ്മളെ കപ്പ് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കപ്പ് കേക്ക് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള നോസിൽ നമ്മൾ റോസ് പെറ്റൽ വരയ്ക്കുന്ന കുഞ്ഞ് നോസിലാണ്. ഈ നോസിൽ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ തന്നെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കേട്ടോ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ കേക്കിന് വെറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ഞാൻ ഷുഗർ സിറപ്പ് വെച്ചിട്ട് കപ്പ് കേക്കിന് വെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അതിനുശേഷം ഞാനിത് അതിൻ്റെ മുകളിലായിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ റോസറ്റ വെച്ചിട്ടുള്ള നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റിക്ക് ഞാൻ ഇതും മുന്നേ ചെയ്തിട്ടുണ്ട്. കപ്പ് കേക്കിൽ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഫ്ലവറായിട്ടിരിക്കുന്നത്. അപ്പോൾ വൈറ്റ് കളറായതുകൊണ്ട് പെട്ടെന്ന് കാണില്ല. ഇനി ഞാനിത് ആദ്യം ഒന്ന് ക്രീം ഇതുപോലെ ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് നടുവിലായിട്ട് നമ്മൾ ആ ഒരു ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. ആർക്കെങ്കിലും കേക്കുകളൊക്കെ ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. കുറേ ആൾക്കാർ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട് കേക്ക് എങ്ങനെ ഓർഡർ ആക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഹസ്ബീസ് വേൾഡ് തന്നെയാണ്. എൻ്റെ പ്ലേസ് പെരുമ്പടപ്പാണ് കേട്ടോ. പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാണ്. അപ്പോൾ അത് നമ്മൾ 5 കപ്പ് കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ നടുവിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഫ്ലവറിനെ ഒന്ന് എടുത്ത് കാണിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ. ഇനി നമ്മൾക്ക് സെറ്റ് ചെയ്ത കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. എന്താ ഈ ഒരു നോസിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു നോസിലിന് നമ്പറില്ല. നമ്മൾ റോസറ്റ വരക്കണതിനെ പോലെ തന്നെ ഒരു ചെരിവുണ്ട് കേട്ടോ. ഈ ഒരു നോസിന് ഒരു ചെരിവുണ്ട്. ചെരിച്ചൊക്കെ വരക്കാൻ തോന്നുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഒരു റൗണ്ടാണ് വരച്ചെടുക്കുന്നത്. കേക്ക് സിമ്പിളാണ്. ഇതിൽ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നുമില്ല. ബാക്കി കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ഷുഗർ ബോൾസ് കളർ ഷുഗർ ബോൾസ് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊരു ടോപ്പറും കൂടി വെച്ചിട്ട് അലങ്കരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു കുഞ്ഞ് ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. കുറേ ഷുഗർ ബോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലോഗോയും BTSും പേരെഴുതിയതൊക്കെ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു BTSൻ്റെ ആളുകളുള്ള ആ ലോഗോ ഞാൻ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് കട്ട് ചെയ്തിട്ട് സ്റ്റിക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡെക്കറേഷന്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് കേക്ക് ഡെക്കറേഷൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ ചെയ്തതല്ല, ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഈ ഒരു കേക്ക് വന്നിട്ട് 1 kg മാംഗോ കേക്കാണ് കേട്ടോ. ഇനി ഇതിൽ പുറമേക്ക് കൊടുത്തിട്ടുള്ള തീം സ്പൈഡർമാൻ്റെ ഒരു തീമിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുന്നേ ഇത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ റിബണൊക്കെ ഒന്ന് ചേഞ്ച് ആയിരുന്നേ ഉള്ളൂ. അന്ന് നമ്മൾ റെഡ് റിബൺ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ബ്ലാക്ക് റിബൺ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് താഴെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു സ്പൈഡർമാൻ്റെ കേക്ക് തന്നെയാണ് കേട്ടോ കസ്റ്റമർ കാണിച്ചിട്ട് അതുപോലെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടതെന്ന് കരുതിയിട്ട് റിബണിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയതാണ്. പിന്നെ നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സ്പൈഡർമാൻ്റെ ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് സ്റ്റാർ ഇതുപോലെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഞാൻ റെഡ് ബ്ലാക്ക് ഒരു കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ ബർത്ത്ഡേ ബേബീൻ്റെ പേരും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്.
നെക്സ്റ്റ് നമുക്കൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫോണ്ടൻറ്റ് പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഫ്ലവർ ഫോണ്ടൻറ്റ് കട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്ലവർ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് 3 ഷേപ്പിലായിട്ടാണ് കേട്ടോ ഉണ്ടാവൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ മുന്നേ ഒരു ഇതേപോലെ ഫ്ലവർ കട്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് റിട്ടേൺ എടുക്കാൻ പറ്റാത്തൊരു രീതിയിൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പെയിൻറ്റ് കേട്ടോ, പെയിൻറ്റ് എന്ന് പറയുന്നത് കളറ്, നമ്മൾ യൂസ് ചെയ്യുന്ന കളർ ഒന്ന് ചെറിയ ബ്രഷിലാക്കിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡബിൾ കളറിൽ, ഇപ്പോൾ വൈറ്റിലായതുകൊണ്ട് നമുക്കിങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ റെഡ് കൊടുക്കുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെയാണ് കേട്ടോ അത് കേക്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പേര് എഴുതി കൊടുത്തിട്ടുണ്ട് ഫോണ്ടൻറ്റ് കട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ കാണാനായിട്ട്. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.